അതിനു മുമ്പ് നമുക്കൊരു നിശ്ചയം നടത്തിവെക്കാം. കുടുംബക്കാർക്ക് എല്ലാവർക്കും സ്നേഹമോളൊന്ന് കാണുകയും ചെയ്യാലോ. നിശ്ചയം നടത്താം. അതും നിങ്ങൾ പറയുന്ന തീയതിയിൽ തന്നെ നടത്താം. അപ്പോ ആ ഡേറ്റ് ഞങ്ങളൊന്ന് ആലോചിച്ചിട്ട് വിളിച്ചു പറയാം. ആയിക്കോട്ടെ. നടക്കാത്ത വിവാഹത്തിന് നിശ്ചയം എല്ലാവർക്കും വട്ടാൻ തോന്നുന്നു. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അവിടെ ചെന്ന് എല്ലാവരോടും വിശദമായി സംസാരിച്ചിട്ട് വിളിക്കാം. ആയിക്കോട്ടെ. ആ എന്നാ ശരി മോളെ. മോൾക്ക് ഒരു ടെൻഷനും വേണ്ട. രാജീവൻ മോളെ പൊന്നുപോലെ നോക്കും. എന്നാ ശരി മോളെ. പോട്ടെ അർച്ചനെ. ആ പോയിട്ട് അമ്മ. എന്നാ പിന്നെ ശരിയാ വന്തിക. അല്ല, അവന്തികയുടെ മുഖത്തെന്ത് പറ്റിയതാ? ഈ സൈഡില് എന്തു പറ്റിയതാ? അത് ഞാനൊന്ന് വീണതാ. ഓ, എടുത്ത് കുഞ്ഞുങ്ങളെ പോലെയാ, നേരെ നടക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് വീഴും. ദേ വരുന്നോ. ശരി എന്നാ. ശരി പോട്ടേടി, വാ മോളെ. ധനുഷ്, ചിരി നിർത്ത്. എന്നിട്ട് കാര്യത്തിലോട്ട് വാ. എന്നിട്ട് വിവാഹ തീയതി ഉറപ്പിച്ചവര്? വിവാഹ നിശ്ചയം ഉടനെ ഉണ്ടാവും. നീ പറഞ്ഞിട്ടാ എല്ലാത്തിനും ഞാൻ മിണ്ടാതെ നിന്ന് കൊടുക്കുന്നേ. അങ്ങോട്ടേക്ക് പോകുന്തോറും കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പൊക്കൊണ്ടിരിക്കുക. അതിനിവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ കൈപ്പിടിയിൽ തന്നെയാ ഉള്ളത്. വിവാഹ നിശ്ചയമല്ലേ, വിവാഹമൊന്നുമല്ലല്ലോ. നിശ്ചയം കഴിഞ്ഞാൽ ഉടനെ വിവാഹം ഉണ്ടാവും. അത് മുടക്കി എല്ലാരും വിഷമിപ്പിക്കുന്ന എന്തിനാ? ആർക്കാ അവിടെ വിഷമം? വിവാഹത്തിന്റെ അന്ന് കള്ളക്കേസിൽ കുടുങ്ങി പോലീസ് സ്റ്റേഷനിലേക്ക് കയറിയ എന്റെ വിഷമത്തിന്റെ അത്രയൊന്നും അവിടെ ആർക്കും വരാനില്ല. ചെയ്യാത്ത കുറ്റത്തിന് 14 ദിവസം ജയിലിൽ കിടന്ന എന്റെ അത്രയും വിഷമം മറ്റാർക്കാ അവിടെ? എല്ലാത്തിനും സമ്മതിച്ചു കൊടുത്തിട്ട് ഞാനായിട്ടത് എങ്ങനെ മുടക്കും? അങ്ങനെ മുടക്കിയാ പിന്നെ എന്നെ ആ വീട്ടിൽ അവര് പിന്നെ നിർത്തില്ല. നീയാണെങ്കിൽ അവര് സമ്മതിക്കാതെ തന്നെ കൊണ്ടുപോവേയില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യും? നീ ധൈര്യമായിട്ടിരിക്കും സ്നേഹ. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ആരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചാലും ആ തീരുമാനത്തിനനുസരിച്ച് എന്തൊക്കെ ചെയ്യാൻ നോക്കിയാലും എല്ലാത്തിനും അവസാനം സ്നേഹയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് ഈ ധനുഷായിരിക്കും. അതും നിനക്കായി ഞാൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന താലി. ആ ഉറപ്പ് ഞാൻ മുന്നേ നിനക്ക് തന്നിട്ടുള്ളതാ. ഒരു കാരണം കൊണ്ടും ആ ഉറപ്പിന് ഒരു കുലുക്കം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയില്ല. എങ്ങോട്ടാണ് തമ്പുരാട്ടി എഴുന്നള്ളുന്നത്? അല്ല, മുന്നത്തെ പോലെ നാട് വിട്ടു പോകാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോണെന്ന് കരുതി പറഞ്ഞതാ. അങ്ങനെ നിങ്ങളെ ഇവിടെ ജീവിക്കാൻ വിട്ടിട്ട് ഞാൻ നാട് വിട്ടു പോകുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തിരിച്ചു വരുന്ന യാത്രകൾക്ക് അർച്ചന പോവാറുള്ളൂ. തിരിച്ചു വരണം.
നീ എന്റെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവണം. ഒരിക്കലും ഫലപ്രാപ്തി കിട്ടാത്ത നേർച്ചകൾ നടത്തി നീ ഇതുപോലെ തന്നെ ഉണ്ടാവണം. കുടത്തിൽ വെള്ളം കോരി ഭഗവാന്റെ പ്രീതി പിടിച്ചു പറ്റുകയോ ഉറങ്ങാതിരുന്ന് നാമം ജപിച്ച് ഈശ്വര കടാക്ഷം നേരിട്ട് വാങ്ങുകയോ ചെയ്ത് നീ ഇവിടെ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവണം. അവന്തികയുടെ അവസാനത്തെ ജയം കാണാൻ നീ ഇവിടെ വേണമെന്ന എന്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചു തരുന്നുണ്ട് ഞാൻ. നിങ്ങൾ ജയിച്ചൊന്ന് നിങ്ങൾക്ക് തോന്നെടുത്ത് അർച്ചന ഉണ്ടാവും അവസാനത്തെ പോരാട്ടത്തിന്. അതിനുള്ള മനഃശക്തി ഇപ്പോഴും ഉണ്ട് അർച്ചനയ്ക്ക്. അത് വെറുതെ. പഴയ മനഃശക്തി ഒന്നും ഇല്ല അർച്ചനയ്ക്ക്. എന്തിനും മുന്നിലുണ്ടാവുന്ന നാവുകൊണ്ട് പറയുമ്പോഴും അർച്ചനയെ പിന്നോട്ട് വലിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ ഇല്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങിയ അതിന്റെ അവസാനം അർച്ചനയുടെ കണ്ണുകൾ നിറയും, മനസ്സ് തകരും. ഇതുപോലെ ഉത്തരവില്ലാതെ എന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യും. പക്ഷേ അത് ഞാൻ എപ്പോഴും പറയില്ല. എപ്പോഴും പറഞ്ഞ് കരയിപ്പിച്ച കരഞ്ഞു കരഞ്ഞ് നിന്റെ മനസ്സ് കല്ലായി മാറും. പിന്നെ അത് ഏൽക്കാതെ വരും. നല്ല നല്ല അവസരങ്ങൾ വരുമ്പോ ഞാനത് കുറച്ചു കുറച്ചായി കുത്തിനോവിച്ചോളാം. നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ എന്നെ നോവിക്കുമായിരിക്കും. ശരിയാ, നിങ്ങളല്ല, അതാര് പറഞ്ഞാലും എനിക്ക് നോവും എന്ന് കരുതി എല്ലാ കാലത്തും എന്നെ അത് പറഞ്ഞ് തളർത്താന്ന് കരുതണ്ട. അങ്ങനെ നിങ്ങൾ കരുതിയാലും ഞാൻ അങ്ങനെ തകരാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ മുന്നിൽ. എന്നെ സ്നേഹിക്കുന്ന സച്ചേട്ടനും പരിഗണിക്കുന്ന വീട്ടുകാരും ഉണ്ടല്ലോ. മറ്റൊരു കുറവും തൽക്കാലത്തേക്ക് എന്നെ ബാധിക്കില്ല. അതുകൊണ്ട് കുത്തി നോവിക്കാനായിട്ട് വരുമ്പോഴൊക്കെ നിങ്ങളുടെ കവിളിലെ കല്ലിപ്പ് ഓർമ്മയിലുണ്ടാവണം. ഇനി ചിലപ്പോ അത് രഹസ്യമായിട്ടായിരിക്കില്ല. മാറങ്ങോട്ട്. എന്താ ചേച്ചി ഇത്? കുഞ്ഞിന് വയ്യെന്ന് മനസ്സിലാക്കിയിട്ടും ആശുപത്രി കൊണ്ടുപോവുകയോ മരുന്ന് കൊടുക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞാ? ഞാൻ എന്ത് ചെയ്യാനാ അർച്ചന? ഇതെനിക്ക് ചേട്ടനോട് പറയാനല്ലേ പറ്റൂ. എത്ര തവണ ഞാൻ പറഞ്ഞു എന്നറിയോ? ശിവേട്ടൻ കേട്ട ഭാവം നടിച്ചില്ല. ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ അത് മാറിക്കോളെന്നും പറഞ്ഞ് എന്നെയും പോവാൻ സമ്മതിക്കില്ല. ചേട്ടൻ ഇതെന്താ പറ്റിയെന്ന് അറിയില്ല. ചോദിച്ചിട്ടൊന്നും പറയുന്നുമില്ല. എപ്പോഴും എന്നോടും മോളോടും ദേഷ്യോ. ആ എന്റെ വിഷമം നല്ലതുപോലെ അറിഞ്ഞല്ലേ ശിവേട്ടൻ? എന്നിട്ട് ഇങ്ങനെയാ നോക്കുന്നേ? എന്തു ചേച്ചി, ഇന്നു മുതൽ കുഞ്ഞിന്റെ ഒരു കാര്യത്തിലും ശിവേണ്ണെ നിർബന്ധിക്കണ്ട. ഞാൻ കുഞ്ഞിന്റെ കാര്യം ഏറ്റെടുത്തോളാം. മോളുടെ എന്താവശ്യത്തിനും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്നോളാം. മാഡത്തിന് എന്തിനാ എന്റെ കൊച്ചിനോട് ഇത്ര സിമ്പതി? വരുന്നതും കൊച്ചിനെ എടുക്കുന്നതും ഞാൻ വിലക്കാത്തത് അത് മാഡത്തിന് സ്വന്തമായി ഒരെണ്ണം ഇല്ലാത്തതുകൊണ്ടാ. എന്ന് കരുതി എന്റെ കൊച്ചിന്റെ എല്ലാ അവകാശങ്ങളും വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കൊരവകാശവും വേണ്ട. ശിവേണ്ണന് താല്പര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നു. അത് ഈ മോളല്ല, ഏത് കുഞ്ഞായാലും ഞാൻ ചെയ്യുകയും ചെയ്യും. അതിന്റെ കാരണം നേരത്തെ ശിവേട്ടൻ പറഞ്ഞത് തന്നെയാ, എനിക്കൊരെണ്ണം ഇല്ലാത്തതുകൊണ്ട്. നമ്മളെയൊക്കെ പോലെ ജീവിക്കാനുള്ള അവകാശം ദേ ഈ കുഞ്ഞിനും ഉണ്ട്.
ഹലോ. ഹലോ. എനിക്ക് ഉടനെ ഒന്ന് കാണണം. അങ്ങനെ തന്റെ ഭാര്യയുടെ കണ്ണീര് കണ്ട് കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം അർച്ചന ഏറ്റെടുത്ത് നടത്താന്ന് പറഞ്ഞു. പണിയാണല്ലോ ശിവരാമ. ഇതിനൊക്കെ കാരണം ആരാണെന്നറിയോ? താൻ തന്നെ. സ്വന്തം കുഞ്ഞല്ലാത്തന്റെ വെറുപ്പ് തന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്ന വിധത്തിൽ പ്രകടമായി കാണിച്ചതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. പലപ്പോഴും എനിക്കും തോന്നിയിരുന്നു താൻ കുറച്ച് ഓവറാണെന്ന്. മേഡം എന്നെ കുറ്റപ്പെടുത്താതെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയും. എന്റെ മനസ്സമാധാനം മുഴുവൻ പോയി നിൽക്കുക. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഏതൊരു മരമായാലും പുരയ്ക്ക് മേലേക്ക് ചാഞ്ഞാ അത് അപകടമാ. അതിനെ കടക്കലെ വെട്ടി ദൂരെ എറിയണം. പിന്നീട് വളർന്നു പന്തലിച്ച് ശിവന്റെ കൂരയ്ക്ക് മേലേക്ക് ചായാൻ സാധ്യതയുള്ള ആ വൃക്ഷത്തൈ ഇപ്പൊ തന്നെ പിഴുത് ദൂരേക്കെറിയണം. തൈ വളർന്ന് മരമാവുന്നതിന് മുമ്പ് നശിപ്പിക്കണം. ശിവരാമന് മനസ്സിലായില്ലല്ലേ? കൊല്ലണോന്ന്. അർച്ചന കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് മുന്നോട്ട് പോയാ എപ്പോഴെങ്കിലും അവൾ അറിയും അത് തന്റെ അനിയത്തിയുടെ കുഞ്ഞാണെന്ന്. അതിനുള്ള സമയം നമ്മൾ കൊടുക്കരുത്. സന്ദർഭം ഉണ്ടാക്കുകയും ചെയ്യരുത്. അങ്ങനൊരു സന്ദർഭം വന്നാ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എന്നെയോ തന്നെയോ അല്ല. നീലിശ്ശേരിയിലെ തന്റെ കുഞ്ഞിനെ തന്നെ ആയിരിക്കും. ഈ കുഞ്ഞ് ജീവിച്ചിരിക്കുന്ന കാലം അത്രേ തന്റെ കുഞ്ഞിനത് അപകടമാണ്. വളർന്നു വലുതായി നീലിശ്ശേരിയുടെ പരമസിംഹാസനത്തിൽ വാഴാനുള്ളവളാ തന്റെ മോള്. അതിനിടയ്ക്ക് ഈ കുഞ്ഞിന്റെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞ അന്ന് തന്റെ കുഞ്ഞ് അവിടുന്ന് ഔട്ട്. ശിവരാമന്റെ കുഞ്ഞിന്റെ ഭാവിയെ ഓർത്ത് ഇപ്പോഴേ നമ്മൾ ആതിരയുടെ കുഞ്ഞിനെ കൊല്ലുന്നു. ശിവരാമൻ ചെയ്യുന്ന സൽക്കർമ്മമാണ് തന്റെ തന്നെ മോളുടെ ഭാവി നിർണയിക്കുന്നത്. അത് എപ്പോ എങ്ങനെ എന്ന് ഞാൻ പറഞ്ഞുതരാം. ശിവരാമൻ അതുപോലെ അങ്ങ് ചെയ്താൽ മാത്രം മതി. മാസത്തെ ട്രീറ്റ്മെന്റിന് ശേഷവും ഫലമൊന്നും ഇല്ലാതായ ഞാൻ ഇവിടം വിട്ടു പോവും. അർച്ചന ഇല്ലാതെ വന്ന സച്ചിൻ എന്നെ പതിയെ മറന്നു തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എനിക്ക് പകരമായിട്ട് മറ്റൊരു പെണ്ണിനെ സച്ചിന്റെ ജീവിതത്തിലേക്ക് അച്ഛനായിട്ട് തന്നെ കൊണ്ടുവരണം. ഇന്ന് ശിവേട്ടന്റെ വീട്ടിൽ പോയ വിശേഷമൊന്നും താൻ പറഞ്ഞില്ലല്ലോ. അവിടെ മോള് സുഖമായിട്ടിരിക്കുന്നോ? ശിവേട്ടനെ കുറിച്ച് ഇന്ദു ചേച്ചി കുറെ പരാതി പറഞ്ഞു സച്ചേട്ട. ശിവേട്ടൻ കുഞ്ഞിന്റെ കാര്യം അല്പം പോലും ശ്രദ്ധിക്കുന്നില്ല എന്നും ആളാകെ മാറിപ്പോയി എന്നൊക്കെയാ ചേച്ചി പറയുന്നത്. അതെന്താ അങ്ങനെ? അവര് കുറെ നേർച്ച നടത്തിയും ട്രീറ്റ്മെന്റ് നടത്തിയൊക്കെ അല്ലേ മോളുണ്ടായത്. പിന്നെ പുള്ളിക്ക് എന്ത് പറ്റി? അത് തന്നെ ഇന്ദു ചേച്ചിയുടെ സംശയം. ആശുപത്രി വെച്ച് തുടങ്ങിയതാത്രേ മോളോടൊരു താല്പര്യമില്ലാതെ പോലെയുള്ള പെരുമാറ്റം. ആ കുഞ്ഞൊന്ന് അലറി കരഞ്ഞാൽ പോലും അതിനെ ഒന്ന് നോക്കുക പോലും ചെയ്യില്ലാന്ന്. ഇതൊക്കെ ചേച്ചി എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശിവേട്ടൻ കയറി വന്നു. ഞാൻ എന്തൊക്കെയോ വായി തോന്നിയതൊക്കെ പറഞ്ഞു.
കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്ത് ചെയ്തോളാന്നും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണമെന്നും പറഞ്ഞിട്ടാ ഞാൻ അവിടുന്ന് പോകുന്നത്. അതില് കുഴപ്പമൊന്നുമില്ലല്ലോ സച്ചേട്ടാ? എന്തോ കുഴപ്പം? അല്ല, പിന്നീട് ആലോചിച്ചപ്പോഴാ സച്ചേട്ടനോട് ചോദിക്കാതെ അവർക്ക് വാക്കു കൊടുത്തത് തെറ്റായി പോയെന്നൊരു സംശയം തോന്നിയത്. ഒരു തെറ്റുമില്ല. തനിക്കിഷ്ടമുള്ളത് ചെയ്യാൻ എന്റെ സമ്മതത്തിന്റെ ആവശ്യം തന്നെ ഇല്ല. അല്ല, അദ്ദേഹത്തിന് എന്താ ആ കുഞ്ഞിനോട് ഇത്ര ദേഷ്യം? ഞാനും അത് ആലോചിച്ചു. ശിവനോട് ചോദിച്ചിട്ട് മറുപടി ഒന്നും പറഞ്ഞുമില്ല. അർഹതയില്ലാത്തവർക്ക് ഈശ്വരൻ കൊടുക്കുകയും ചെയ്യും, ആഗ്രഹിക്കുന്നവർക്കൊട്ടും തരുന്നുമില്ല. അല്ല, സച്ചേട്ടൻ സന്ധ്യ ഡോക്ടറിനെ കണ്ടിരുന്നോ? ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതായിട്ട് വല്ലതും അറിഞ്ഞോ? കഴിഞ്ഞ ദിവസം ചെയ്ത അർച്ചനയുടെ 2 ടെസ്റ്റ് റിപ്പോർട്ടുകളും വന്നു. നെഗറ്റീവാണ്. ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിരുന്നെങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോ എന്ന് പറഞ്ഞ? അതെ, അർച്ചന ഒരിക്കലും പ്രഗ്നന്റ് ആവില്ല. ഞാൻ വിളിച്ചു ചോദിക്കണോ ഡോക്ടറോട്? വേണ്ട, ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു. റിസൾട്ട് പോസിറ്റീവ് ആണെന്നാ പറഞ്ഞത്. ഞാനത് പറയാൻ വിട്ടുപോയത്. ജൂലൈ 19 അന്നാണ് ആ ദിവസം അല്ലേ? അർച്ചന സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തീരുമാനിച്ചിരിക്കുന്ന ആ ദിവസം. ഞാൻ കുറെ ആലോചിച്ചു സച്ചേട്ടാ. ഞാൻ കാരണം സച്ചേട്ടന്റെ ജീവിതം അർത്ഥമില്ലാതാവരുത്. ഈ 6 മാസ കാലയളവിൽ നമ്മളെ ഒന്നിപ്പിച്ച് ഈശ്വരൻ തന്നെ തീരുമാനിക്കട്ടെ. നമുക്കിടയിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് നമ്മളെ തമ്മിൽ ചേർത്ത് വെക്കണോ, അതോ കുഞ്ഞിനെ തരാതെ നമ്മളെ തമ്മിൽ അകറ്റണമെന്ന്? ഹലോ 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 കേൾക്കുന്നില്ല? ഹലോ 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 മോൾ ഇവിടെ കിടന്നോ?
അമ്മ പോയി മോൾക്കുള്ള പാലെടുത്തോണ്ട് വരാൻ കേട്ടോ. കരയാതെ കിടക്കണേ. ബഹളം വെക്കണ്ട, അമ്മ ഇപ്പൊ വരാം.